6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം മോഡൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ടിവിറ്റി 1, അതിലെ എ ക്വസ്റ്റ്യൻ: എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് നാച്ചുറൽ ക്യാപിറ്റൽ. ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് ദീസ്. അപ്പൊ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ, നാച്ചുറൽ ക്യാപിറ്റൽ, അപ്പൊ ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻസർ: ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഇൻവെസ്റ്റ്മെന്റും മണിയും. ഹ്യൂമൻ ക്യാപിറ്റൽ ഏതൊക്കെയാ? സ്കില്ലും നോളജും. ഫിസിക്കൽ ക്യാപിറ്റൽ ഏതൊക്കെയാ? മെഷീനറി, ഇൻഫ്രാസ്ട്രക്ചർ. നാച്ചുറൽ ക്യാപിറ്റൽ ഏതൊക്കെയാണ്? റിസോഴ്സസ്, എൻവയോൺമെന്റ്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം, ഇതിൽ ഏതാണ് ശരിയെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ദ പ്രൈമറി സെക്ടർ ഈസ് ദ സെക്ടർ ദാറ്റ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ദ ടെറിട്ടറി സെക്ടർ ഈസ് ദ സെക്ടർ ദാറ്റ് യൂസസ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ ടു പ്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്ട്സ്. പ്രാഥമിക മേഖലയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. ദ പ്രൈമറി സെക്ടർ ഈസ് ദ സെക്ടർ ദാറ്റ് സപ്പോർട്ട്സ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടേഴ്സ്. ദ്വിതീയ, തൃതീയ മേഖലകളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അപ്പൊ ഇതിലേതാണ് ശരി? ദ പ്രൈമറി സെക്ടർ ഈസ് ദ സെക്ടർ ദാറ്റ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. ഇതാണ് ശരി. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ ആണ്: പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പീപ്പിൾ നീഡ്. പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഓഫ് മെനി ഫാക്ടേഴ്സ്. ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ലാൻഡ്, ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇനി നമ്മൾ ലാൻഡ് എന്താണ് നോക്കാൻ പോണേ. ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, ലാൻഡ് മീൻസ് വാട്ടർ, എയർ, സൺലൈറ്റ്, സോയിൽ, മൈൻസ്, മിനറൽസ്, എക്സെട്ര. നാച്ചുറൽ റിസോഴ്സസ് ഓൺ ദ എർത്ത് സർഫേസ്, ദ എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. ഇനി നമുക്ക് ലേബറിന്റെ പ്രത്യേകതകൾ നോക്കാം. ലേബർ ഈസ് ദ യൂസ് ഓഫ് ലേബർ പവർ ബൈ വർക്കേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. Workers become part of the production process by using their physical and intellectual abilities. Workers are considered workers who perform paid work. ഇനി നമുക്ക് ക്യാപിറ്റൽ എന്താണ് നോക്കാം. The production process of any product requires capital. Capital means the wealth and resources used to produce goods and services. Factories, buildings, machines, raw materials, vehicles, computers and wages for workers are all part of capital. ഇനി നമുക്ക് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. Organization is the process of combining the factors of production such as land, labor and capital. Those who work for this are known as organizers. Formulating a new business idea, raising the necessary capital for it and implementing the idea are part of organization. In activity 2, adile question: find and write the appropriate sector against the ones given below. ചുവടെ ചേർത്തിട്ടുള്ളവയ്ക്ക് നേരെ അവയ്ക്ക് അനുയോജ്യമായ മേഖല കണ്ടെത്തിയാണ് എഴുതേണ്ടത്. ഇതിൽ ഒന്നാമത്തെ നോക്കൂ. ദ സെക്ടർ ദാറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? പ്രൈമറി സെക്ടർ. രണ്ടാമത്തെ നോക്കൂ. ദ സെക്ടർ ദാറ്റ് യൂസസ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ ടു മേക്ക് ന്യൂ പ്രൊഡക്ട്സ്. പ്രാഥമിക മേഖലയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ഏതാണ്? സെക്കൻഡറി സെക്ടർ. ദ സെക്ടർ ദാറ്റ് സപ്പോർട്ട്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. പ്രാഥമിക, ദ്വിതീയ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖല ഏതാണ്? ആൻസർ: ടെറിട്ടറി സെക്ടർ. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ: സെലക്ട് ദ അപ്രോപ്രിയേറ്റ് വൺ ഫ്രം ദ ബ്രാക്കറ്റ്സ് ഫോർ കോളം എ ആൻഡ് റൈറ്റ് ദം. എ കോളത്തിന് അനുയോജ്യമായവ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ലീസ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എ കോളത്തിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഓർഗനൈസേഷൻ, ലേബർ,
ക്യാപിറ്റൽ, ലാൻഡ്. നമുക്കിനി ആൻസർ നോക്കിയാലോ. ഓർഗനൈസേഷന് നേരെ പ്രോഫിറ്റ് വരും, ലേബറിന് നേരെ വേജസ് വരും, ക്യാപിറ്റലിന് നേരെ ഇൻട്രസ്റ്റ് വരും, ലാൻഡിന് നേരെ ലീസ് വരും. ഇനി ആക്ടിവിറ്റി 3, ഫൈൻഡ് ദ വൺസ് ദാറ്റ് മാച്ച് കോളം എ ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് റൈറ്റ് ദം. എ കോളത്തിന് അനുയോജ്യമായവ ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. ബ്രാക്കറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് വായിക്കാം. യാങ്സി, സഹാറ, ഗ്രാൻഡ് കാനിയോൺ, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, മൈത്രി, ഫിജോർഡ്സ്, ഗ്രേറ്റ് ബാരിയർ. ഇനി എ കോളത്തിൽ എന്തൊക്കെയുള്ളത് നോക്കാം. മെയ്ഡ് ഓഫ് കോറൽ റീഫ്, ഇന്ത്യൻ റിസർച്ച് സ്റ്റേഷൻ ഇൻ അന്റാർട്ടിക്ക, ലങ്സ് ഓഫ് ദ എർത്ത്, നാരോ ബീച്ചസ്, ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, ഹോട്ട് ഡെസേർട്ട്. ഇതിന്റെ ഉത്തരമാണ് ബ്രാക്കറ്റിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഏതിന്റെയാണ് ഉത്തരം അത് നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതണം. നമുക്കിനി ആൻസർ നോക്കിയാലോ. മെയ്ഡ് ഓഫ് കോറൽ റീഫ്സ് എന്താണ്? ഗ്രേറ്റ് ബാരിയർ റീഫ്. ഇന്ത്യൻ റിസർച്ച് സ്റ്റേഷൻ ഇൻ അന്റാർട്ടിക്ക ഏതാണ്? മൈത്രി. ലങ്സ് ഓഫ് ദ എർത്ത് എന്താണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റ്. നാരോ ബീച്ചസ് എന്താണ്? ഫിജോർഡ്സ്. ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ ഏതാണ്? യാങ്സി. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? ഗ്രാൻഡ് കാനിയോൺ. ഹോട്ട് ഡെസേർട്ട് ഓഫ് സഹാറ. ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ഏഷ്യ. ഏഷ്യയിലെ ജനജീവിതത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ, ഏഷ്യ ഈസ് ദ മോസ്റ്റ് പോപ്പുലസ് കോണ്ടിനെന്റ്. മോർ ദാൻ 60% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഈസ് ഇൻ ഏഷ്യ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ഏഷ്യ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ their livelihood. Asia is the largest producer of rice in the world. It is also a meeting place for different cultures, languages and religions. Asia has cities ranging from bustling cities like Tokyo and Mumbai to sparsely populated villages. Activity 4. With the help of fire and iron, early men started agricultural civilization. തീയുടെയും ഇരുമ്പിന്റെയും സഹായത്തോടെ ആദിമ മനുഷ്യൻ കാർഷിക സംസ്കാരത്തിന് തുടക്കമിട്ടു. ഇനി എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ വായിക്കാം. ഏർലി മാൻ പ്രിപ്പയർഡ് ദ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ ബൈ ബേണിംഗ് ഫോറസ്റ്റ്. കാടും പടലും ചുട്ട് ചാമ്പലാക്കി ആദിമ മനുഷ്യൻ കൃഷിക്ക് നിലമൊരുക്കി. എക്സ്റ്റൻസീവ് അഗ്രികൾച്ചർ പേവ്ഡ് ദ വേ ഫോർ സർപ്ലസ് പ്രൊഡക്ഷൻ. വ്യാപകമായ കൃഷി മിച്ചോൽപാദനത്തിന് വഴിതെളിച്ചു. പീപ്പിൾ സ്റ്റാർട്ടഡ് സ്റ്റോറിംഗ് ആൻഡ് ലേറ്റർ എക്സ്ചേഞ്ചിങ് സർപ്ലസ് പ്രൊഡക്ട്സ്. അധികം വന്ന ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും പിന്നീട് കൈമാറാനും ആരംഭിച്ചു. ഓൺലി ഫുഡ് ഐറ്റംസ് വെയർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച്. കൈമാറ്റത്തിന് ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചത്. ഇതിലേതാണ് ശരിയല്ലാത്തത്? ആൻസർ, ഓൺലി ഫുഡ് ഐറ്റംസ് വെയർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച്. ബാക്കി എല്ലാം കറക്റ്റ് ആണ്, ഇത് മാത്രമാണ് റോങ്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, as a consumer, arrange the following items in the table as rights and obligations. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെ അവകാശങ്ങൾ, കടമകൾ അല്ലെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഇങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തണം. അവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. ആഫ്റ്റർ സെയിൽ സർവീസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്, MRP ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ഗുഡ്സ്, ചെക്കിംഗ് ദ എക്സ്പയറി ഡേറ്റ്, ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ എമൗണ്ട് പെയ്ഡ്, കംപ്ലൈന്റ് ഇഫ് ദ ക്വാളിറ്റി ഈസ് നോട്ട് ഗുഡ്. ഇനി നമുക്ക് ആൻസർ നോക്കിയാലോ. ഇവിടെ റൈറ്റും ഒബ്ലിഗേഷനും ഞാൻ 2 കോളങ്ങളാക്കിയിട്ടുണ്ട്. ഞാനത് വായിക്കാം, ആൻസർ വായിക്കാം. ആഫ്റ്റർ സെയിൽ സർവീസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്, അപ്പൊ അതിന്റെ ഒബ്ലിഗേഷൻ എന്താണ്? MRP ഇൻസ്പെക്ഷൻ. ക്വാളിറ്റി ഗുഡ്, അപ്പൊ അതിന്റെ ഒബ്ലിഗേഷൻ എന്താണ്? ചെക്കിംഗ് ദ എക്സ്പയറി ഡേറ്റ്. ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ എമൗണ്ട് പെയ്ഡ്, അപ്പൊ അതിന്റെ ഒബ്ലിഗേഷൻ എന്താണ്? കംപ്ലൈന്റ് ഇഫ് ദ ക്വാളിറ്റി ഈസ് നോട്ട് ഗുഡ്. ആക്ടിവിറ്റി 5. Africa is a continent where the Tropic of Cancer, Tropic of Capricorn and Equator pass through. Find out which of the following is not a characteristic of Africa. ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ എന്നിവ കടന്നു പോകുന്ന ഭൂഖണ്ഡമാണല്ലോ ആഫ്രിക്ക. ചുവടെ ചേർത്തിട്ടുള്ളതിൽ ആഫ്രിക്കയുടെ സവിശേഷതകൾ അല്ലാത്തത് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാൻ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. വാസ്റ്റ് സാവന്ന ഗ്രാസ്ലാൻഡ്സ്, വിശാലമായ പുൽമേടുകൾ. യൂറോപ്പ് ടു ദ നോർത്ത് ആൻഡ് ദ സദേൺ ഓഷ്യൻ ടു ദ സൗത്ത്, വടക്ക് യൂറോപ്പും തെക്ക് ദക്ഷിണ സമുദ്രവും. അറ്റ്ലാന്റിക് ഓഷ്യൻ ടു ദ ഈസ്റ്റ് ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ ടു ദ വെസ്റ്റ്, കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രവും പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രവും. ദ സഹാറ ആൻഡ് ദ കോങ്കോ റിവർ ബേസിൻ ആസ് ദ ഹോട്ട് ഡെസേർട്സ്, ഉഷ്ണമരുഭൂമിയായി സഹാറയും കോങ്കോ നദീതടവും. അപ്പൊ ഇതിൽ ഏതാണ് ആഫ്രിക്കയെ സംബന്ധിച്ച് റോങ് ആയത് അല്ലെങ്കിൽ തെറ്റായത്? ആൻസർ, അറ്റ്ലാന്റിക് ഓഷ്യൻ ടു ദ ഈസ്റ്റ്
ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ടു ദ വെസ്റ്റ്. ഇതാണ് തെറ്റ്. ബാക്കിയെല്ലാം ആഫ്രിക്കയെ സംബന്ധിച്ച് ശരിയാണ്. ആക്ടിവിറ്റി 6 എ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കോണ്ടിനെന്റ്സ് കറക്റ്റ്ലി ഓൺ ദ ഗിവൺ മാപ്പ്. താഴെ തന്നിരിക്കുന്ന മാപ്പിൽ കോണ്ടിനെന്റ്സിന്റെ പേരുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കിയാലോ. മുകളിൽ നോർത്ത് അമേരിക്ക, താഴെ സൗത്ത് അമേരിക്ക, നടുക്ക് യൂറോപ്പ്, അതിന് താഴെ ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മാപ്പിൽ കോണ്ടിനെന്റ്സിന്റെ പേരുകൾ അടയാളപ്പെടുത്തണം. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ മെഗാലിത്തിക് ഏജ് ഈസ് നോട്ട് കറക്റ്റ്. മഹാശിലായുഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. These megalithic monuments are associated with ancient burial practices. ഈ മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. This period is also known as the Iron Age because iron tools have been found in abundance. ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടം ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. The umbrella stone, capstone and dolmens are known as megalithic monuments. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ. ദ യൂസ് ഓഫ് മെറ്റൽസ് ഡിഡ് നോട്ട് ഹെൽപ്പ് ഇൻ ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇൻ ദ മെഗാലിത്തിക് ഏജ്. ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകരമായിരുന്നില്ല. അപ്പൊ ഇതിൽ ഏതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ദ യൂസ് ഓഫ് മെറ്റൽസ് ഡിഡ് നോട്ട് ഹെൽപ്പ് ഇൻ ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇൻ ദ മെഗാലിത്തിക് ഏജ്. ബാക്കി തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഇത് മാത്രമാണ് തെറ്റ്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ബ്രഹ്മഗിരി ലൊക്കേറ്റഡ്. മഹാശിലാ സ്മാരക കേന്ദ്രമായ ബ്രഹ്മഗിരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക. എന്താണ് ആൻസർ? കർണാടക. ആക്ടിവിറ്റി 7 അതിലെ എ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഓഷ്യൻസ് ടു ഹ്യൂമൻസ്. സമുദ്രങ്ങൾ കൊണ്ട് മനുഷ്യർക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഇറ്റ് പ്രൊവൈഡ്സ് മെനി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഏരിയസ് സച്ച് ആസ് ഫിഷിംഗ്, ഫിഷ് പ്രോസസിംഗ് ആൻഡ് ഫിഷ് മാർക്കറ്റിംഗ്. ടൂറിസം ഓപ്പർച്യൂണിറ്റീസ്. മറൈൻ ട്രാൻസ്പോർട്ട് ഈസ് യൂസ്ഫുൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഹെവി ഒബ്ജക്ട്സ് ഫ്രം മെയിൻലാൻഡ് ടു മെയിൻലാൻഡ് ഇൻ എ ചീപ്പ് വേ. സീ വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു ഡ്രിങ്കിംഗ് വാട്ടർ. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനുള്ള കാരണം എന്താണ്? ആൻസർ ദ ഓഷ്യൻസ് ഹാവ് എ ഡിസിസീവ് ഇൻഫ്ലുവൻസ് ഓൺ ദ ക്ലൈമറ്റ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. ദ സീ ബ്രീസസ് ബ്ലോവിംഗ് ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് ദ ലാൻഡ് ബ്രീസസ് അറ്റ് നൈറ്റ് control the temperature in coastal areas. The oceans play a role in the occurrence of weather phenomena such as rain, wind and cyclones. Generally, coastal areas have a temperate climate. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ വിച്ച് ഓഷ്യൻ മാച്ചസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തേത്, ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ് ഇൻ ദിസ് ഓഷ്യൻ. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഈ സമുദ്രത്തിലാണ്. ഏതാണ് ഓഷ്യൻ? പസഫിക് ഓഷ്യൻ. രണ്ടാമത്തേത്, ദിസ് ഓഷ്യൻ ഈസ് നോൺ ബൈ ദ നെയിം ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ പേരിലാണ് ഈ സമുദ്രം അറിയപ്പെടുന്നത്. ആൻസർ ഇന്ത്യൻ ഓഷ്യൻ. മൂന്നാമത്തേത്, ദ ഓഷ്യൻ ദാറ്റ് ഈസ് അഡ്ജസന്റ് ടു ദ കോണ്ടിനെന്റ്സ് ഓഫ് സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് ഏഷ്യ. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ എന്നീ വൻകരകളോട് ചേർന്ന് കിടക്കുന്ന സമുദ്രമാണിത്. എന്താണ് ഉത്തരം? പസഫിക് ഓഷ്യൻ. ദ ഓഷ്യൻ ദാറ്റ് സറൗണ്ട്സ് ദ നോർത്ത് പോൾ. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം. ആൻസർ എന്താണ്? ആർട്ടിക് ഓഷ്യൻ. ഇനി അടുത്തത്, ഓൾ ദ ഓഷ്യൻസ് ആർ അഡ്ജസന്റ് ടു ഈച്ച് അതർ. ബൈ വാട്ട് നെയിം ആർ ഓൾ ദ ഓഷ്യൻസ് നോൺ. സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്ന് കിടക്കുന്നു. സമുദ്രങ്ങളെല്ലാം കൂടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ വേൾഡ് ഓഷ്യൻ. ആക്ടിവിറ്റി 8. The disintegration of the Perumal rule paved the way for a new political situation. A question. Prepare a note on what this new political situation was. പെരുമാക്കന്മാരുടെ ശിഥിലീകരണം പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിനാണ് വഴിയൊരുക്കിയത്. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നുവെന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ ദ റൂൾ ഓഫ് ദ പെരുമാൾ began to disintegrate in the early 12th century. This paved the way for a new political system.
Many of the countries under the control of the Perumal become independent and were known as Naduvari Sorubams under the Naduvaris. Sorubams were self-governing regions based on the Marimakatayam system. Sorubams were controlled by joint families based on the Marimakatayam. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോളോയിങ് അബൌട്ട് നാടുവാഴി സ്വരൂപംസ്. നാടുവാഴി സ്വരൂപങ്ങൾ സംബന്ധിച്ച് ചുവടെ ചേർത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ വായിക്കാം. പെരുമ്പടപ്പ് സ്വരൂപം ലേറ്റർ നോൺ ആസ് ദ കൊച്ചി റോയൽ ഫാമിലി. പെരുമ്പടപ്പ് സ്വരൂപം പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം ഈസ് ഓൾസോ നോൺ ആസ് വേണാട്. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് എന്നറിയപ്പെട്ടു. ദ സെന്റർ ഓഫ് നടീരിപ്പ് സ്വരൂപം വാസ് കണ്ണൂർ. നടീരിപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കണ്ണൂർ ആയിരുന്നു. ദ സാമൂതിരി സീസ്ഡ് ദ പ്രൊട്ടക്ടർഷിപ്പ് ഓഫ് മാമാങ്കം. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരി ഏറ്റെടുത്തു. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് തെറ്റ്? ആൻസർ, ദ സെന്റർ ഓഫ് നടീരിപ്പ് സ്വരൂപം വാസ് കണ്ണൂർ. നടീരിപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കണ്ണൂർ ആയിരുന്നു. ഇതാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.